നോക്കാം. ഇവിടെ മൊത്തം പുല്ല് പിടിച്ച് കിടക്കുകയാണ്. പുല്ല് പിടിച്ച് കിടക്കണതുകൊണ്ട് തന്നെ ഇവിടെ ഈ വല്ല ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടോന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒന്ന് ചോദിക്കാനായിട്ടൊന്ന് അങ്ങനെ അധികം ആരും ഇല്ല ഇവിടെ. സിനിമയ്ക്കകത്ത് ബിജു മേനോനും അജു വർഗീസും കൂടി കള്ളു കുടിക്കുന്ന ആ ഒരു പാറയില്ലേ, അത് ഇതാണെന്നാണ് പറയുന്നത്. ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതെ, ഒരു കാറ് കയറിപ്പോയപ്പോ ഒരു ആശ്വാസം. ഫിഫ്ത്ത് ഡേ ട്രാവലർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ 2 വ്യൂ പോയിന്റുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് കുളമാവ് ഡാമിനടുത്തുള്ള നാടുകാണി വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അതൊരു കമൻറ്റായി രേഖപ്പെടുത്തണം. ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എൻ്റെ ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ സമയം രാവിലെ 5:45 ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബണ്ട് കടന്നാലേ നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിരാവിലെ ആയതുകൊണ്ട് നല്ല മൂടൽമഞ്ഞും തണുപ്പുമുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കല്ലറ വഴിയുള്ള ആ പാടത്തിൻ്റെ നടുക്കൂടിയുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നേരെ ഇനി ഏറ്റുമാനൂർ, അവിടുന്ന് പാല, അവിടെ ചെന്നിട്ട് പിന്നെ മുട്ടം വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഏറ്റുമാനൂർ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എറണാകുളം റൂട്ടിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഈ ഏറ്റുമാനൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ MC റോഡിലേക്ക് കയറി ഇവിടുന്ന് നമ്മൾ റൈറ്റ് കയറിയിട്ട് വേണം പാലായിക്ക് പോകാനായിട്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പാലാ റൂട്ടിലേക്ക് കയറാം. ആ വെള്ളിമുങ്ങ പോണതിൻ്റെ പുറകെ അങ്ങ് പോവാം. റൈറ്റ്. ഇത് പാലാ റൂട്ടിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. നമ്മൾ ചേർപ്പുങ്കൽ അതുപോലെ തന്നെ കിടങ്ങൂർ വഴിയാണ് നമ്മൾ പാലായിലേക്ക് പോകുന്നത്. റോഡൊക്കെ കുഴപ്പമില്ല കേട്ടോ, വലിയ മോശമില്ലാത്ത റോഡ്, നല്ല റോഡ് തന്നെയാണ് കേട്ടോ ഈ പോകുന്ന റോഡ്. നമ്മൾ പാലാ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഈ തണുപ്പ് മാറ്റി ഒന്ന് ഉഷാറാകാനായിട്ട് നമുക്ക് ഇത് പാലാ ടൗണിലുള്ള പഴയടം രുചിയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലാ തൊടുപുഴ റൂട്ടിലാണ്. നമ്മൾ തൊടുപുഴ ടൗൺ വഴിയല്ല പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കൊല്ലപ്പള്ളി എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. അവിടുന്ന് റൈറ്റ് കയറി മുട്ടം വഴിയാണ് നമ്മൾ നാടുകാണി വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. കൊല്ലപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇത് കാണുന്ന വഴി റൈറ്റ് കയറിയിട്ട് വേണം മുട്ടം റൂട്ട് പിടിക്കാനായിട്ട്. ഇത് ഈ റോഡ് വഴിയാണ് പോകേണ്ടത്. ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് നീലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് റൈറ്റ് പോയാൽ മേലുകാവിലേക്കും പോകാം, ലെഫ്റ്റ് മുട്ടത്തേക്കും പോകാം.
കൊല്ലപ്പള്ളിയിൽ നിന്ന് മുട്ടൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ ആപ്പാടെ മാറിയാണ്. റോഡ് വളവുകളും തിരിവും കയറ്റവും ഇറക്കവും അതുപോലെ തന്നെ റോഡിന്റെ ഇരുവശത്തും ഇടതൂർന്ന് നിൽക്കുന്ന ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ കൂടാതെ അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷി, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാർഷിക കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നീലൂര് എത്തുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് കണ്ട ഒരു ചെറിയൊരു വ്യൂ ആണ് ഇത് കണ്ട ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അതിന്റെ ഒരു വലിയൊരു മല കാണാം. ഒരു ചെറിയ മൂടൽ മഞ്ഞൊക്കെ ഉള്ളത് കാരണം വലിയ വ്യക്തമല്ല കേട്ടാ. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മുട്ടത്ത് നിന്ന് കുളമാവിലേക്കുള്ള റോഡാണ്. കുളമാവ് വഴി ഇടുക്കിക്ക് പോകുന്ന ആ റോഡിൽ കൂടിയാണ് പോകുന്നത്. റോഡ് നല്ല റോഡാണ് കേട്ടോ. ഇത് റോഡിന് ഇരുവശവും നല്ല പച്ചപ്പും കാര്യമൊക്കെയാണ്. അടിപൊളി റൂട്ടാണിത്. കുളമാവ് റോഡിലേക്ക് കടന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്, നമുക്കിതൊന്ന് കാണാം. ശരിക്കും ഇടുക്കിയുടെ തനതായ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സൈഡിലൊരു മലയാണ്. പക്ഷെ ഈ ചെറിയ രീതിയിലുള്ള, ഞാൻ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ ചെറിയ രീതിയിലുള്ള മൂടൽ മഞ്ഞുള്ളത് കാരണേ അതിന്റെ നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും വളരെ വ്യക്തമല്ല. ഒരു ചെറിയൊരു പുകമഞ്ഞ് പോലെ ഉണ്ട്. മുട്ടത്തുനിന്ന് കുളമാവ് വഴി ഇടുക്കിക്ക് പോകുന്ന റൂട്ടിൽ ഒരു കയറ്റമുണ്ട്. ഒരു 12 ഹെയർ പിൻ ബെൻഡുള്ള ഒരു കയറ്റമുണ്ട്. ഇപ്പം നമ്മൾ ആ റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കുളമാവ് ഡാമിന് എത്തുന്നതിന് മുമ്പിലായിട്ട് ഒരു 5 കിലോമീറ്റർ മുമ്പിലായിട്ടാണ് നമ്മൾ ആദ്യം പോകുന്ന നാടുകാണി വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ്. അധികം ഉള്ളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നാടുകാണി വ്യൂ പോയിന്റിലേക്കുള്ള ഒരു ചെറിയ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് കണ്ടത് ഈ വഴിയാണ് പോകേണ്ടത്. ചെറിയ നല്ല അത്യാവശ്യം ഇച്ചിരി വലിയ കയറ്റാണ്. ചെറിയ കോൺക്രീറ്റ് റോഡാണ്. നമ്മൾ ആ കയറുന്ന വഴിക്ക് ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വണ്ടി വെച്ചിട്ട് അവരോട് ചെന്ന് ചോദിക്കാം. ബൈക്ക് അങ്ങോട്ട് കയറുക. ആ ഇവിടെയാണല്ലേ അങ്ങോട്ട് പോകുന്ന? അങ്ങോട്ട് പോകാൻ പറ്റുമോ? എത്രയാണ്? കറക്റ്റ് 25. അങ്ങനെ കുഴഞ്ഞു പോയത്. നമ്മൾ ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് കാണുന്നത് ഒരു വലിയ പവലിയനാണ്. ഇതിന്റെ മേളിൽ കയറിയാൽ നമുക്ക് ഈ നാടുകാണി വ്യൂ പോയിന്റ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റുപാടുമൊക്കെ അത്യാവശ്യം മനോഹരമായിട്ട് തന്നെയാണ് ഉള്ളത്. ഇത് കണ്ട ഒരു പൂമരമൊക്കെ നിൽക്കുന്നതാണ്ട. അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഇതിന്റെ ചുറ്റുപാടുമുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കും ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് കണ്ട ഇവിടെ സിസോ, അതുപോലെ തന്നെ തെന്നി ഇറങ്ങണ സാധനം, ഊഞ്ഞാല്, ചെറിയ ഒറ്റക്കിരുന്ന് ആടുന്നതിനുള്ള ഊഞ്ഞാൽ, അതുപോലെ തന്നെ മുതിർന്നവർക്കിരുന്ന് ആടാനായിട്ടുള്ള വലിയ ഊഞ്ഞാല്, അതെല്ലാം ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് വന്ന ദിവസം ഇവിടെ ഒരുപാട് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ഫാമിലികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ ഈ പാർക്കിലിരുന്ന് ഊഞ്ഞാലാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാട് പിടിച്ച് കിടക്കുകയാണ്, വനം പോലെയാണ് കിടക്കുന്നത്. നമുക്ക് ഈ പവലിയന്റെ മേളിൽ കയറി ആദ്യം അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇതിലേക്ക് കയറുന്നതിന് എൻട്രി ഫീസ് ഉണ്ട്. അതായത് മുതിർന്ന ആൾക്കാർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ഇവിടുത്തെ ഫീസ്.
ഇതാ മേളിലായിട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് വ്യൂ പോയിന്റ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കുന്നതിന് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നാടുകാണി വ്യൂ പോയിന്റ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എതിർഭാഗത്ത് കാണുന്ന ആ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മൊട്ടക്കുന്നുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്നാണ് കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നത്. നോക്കി നിൽക്കുമ്പം തന്നെ ഈ കാണുന്ന പോലെയല്ല, ഇപ്പൊ വെയിലറിച്ച് അത്യാവശ്യം കാണാവുന്നൊരു രീതിക്കാണ് നിൽക്കുന്നത്. അല്ലാതെ തന്നെ ചില സമയത്ത് പെട്ടെന്ന് വന്ന് മൂടൽ മഞ്ഞ് വന്ന് മൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആളെ പോലും കാണാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. ഈ പവലിയന്റെ മേളിലല്ലാതെ താഴെ ഒരു പാറയുണ്ട്. ആ പാറയുടെ ഭാഗത്ത് ചെന്നാലും നമുക്ക് ഈ വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. ആ പാറയിൽ നിന്നും നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വ്യൂ പോയിന്റിൽ കാണാൻ നിൽക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ കൈവരി നല്ല ബലത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അവധി ദിവസങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് കുടുംബസമേതം പോകാവുന്ന ഒരു സ്വസ്ഥവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നാടുകാണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് രാവിലെ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ മൂടൽമഞ്ഞിന്റെ ആ ഒരു ദൃശ്യങ്ങളും ഒക്കെ കൂടി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നാടുകാണി വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി നേരെ പോകുന്നത് ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലേക്കാണ്. മെയിൻ റോഡിൽ നിന്ന് 300 മീറ്ററേ ഉള്ളൂ നാടുകാണി വ്യൂ പോയിന്റിലേക്ക് ദൂരം. നമ്മളങ്ങനെ വീണ്ടും കുളമാവ് ഡാം റോഡിലേക്ക് പോവുകയാണ്. ഇനി ഇതിലെ കൂടി പോയി കുളമാവ് ഡാമും കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഉപ്പുകുന്നിലേക്ക് പോവാം. കുളമാവ് ഡാം കാണാനായിട്ട് പറ്റിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അവിടെ പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട്. അവർ പറഞ്ഞ് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാനിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നു. കുളമാവ് ഡാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് പാറമട എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് കയറിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാറമടയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമുണ്ട് ഉപ്പുകുന്നിലേക്ക്. അത് വനമാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വനത്തിലൂടെയുള്ള ആ റോട്ടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങും വണ്ടികളൊന്നും അങ്ങനെ കാണുന്നില്ല. ഈ ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പിന്നെ കുറേ കൂടി മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഉപ്പുകുന്ന് ഗ്രാമം ഉള്ളത്. ചിലപ്പോൾ ഇതിലൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടികളൊന്നും ഇല്ലാത്ത കാരണേ ഒരു പേടി തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പോകുന്നത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് പോന്നപ്പോഴത്തേക്ക് ചോദിച്ചോ പറഞ്ഞ 2-2.5 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ വേണം പോകാനെന്നാണ് പറഞ്ഞത്. പക്ഷെ വന്യമൃഗ ശല്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ലായിരുന്നു. ഈ റോട്ടിലൊന്നും അങ്ങനെ ആനപ്പിണ്ടം അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതെ, ഒരു കാറ് കയറിപ്പോയപ്പോ ഒരു ആശ്വാസം. അങ്ങനെ നമ്മളിത് ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലെത്തി. ഇവിടെ അങ്ങനെ ഈ സമയത്ത് വലിയ ആളും തിരക്കൊന്നും ഉള്ള സ്ഥലമല്ല. ഇവിടെ ഒരു അത്യാവശ്യം ഒരു കടയുണ്ട്. അവിടെ സ്നാക്സും അതുപോലെ തന്നെ വെള്ളവും ചായയൊക്കെ കിട്ടുന്ന ഒരു കട ഇവിടെയുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു സ്റ്റോറേജ് കണ്ട. ഇവിടെ നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാം. ഇവിടെ മൊത്തം പുല്ല് പിടിച്ച് കിടക്കുകയാണ്. പുല്ല് പിടിച്ച് കിടക്കണതുകൊണ്ട് തന്നെ ഇവിടെ ഈ വല്ല ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നാടുകാണി പോയപ്പോഴത്തേക്ക് അവിടെ എല്ലായിടത്തും നല്ല സുരക്ഷിതമായിട്ട് കൈവരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല.
അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവര് വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. അങ്ങോട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങോട്ട് വേറെ ഒന്നും കാണാനില്ലെന്ന് തോന്നുന്നു. കുറച്ച് വഴിയും കൂടിയുണ്ട്. കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് കയറി നോക്കാം. ഇവിടെ ഒന്ന് ചോദിക്കാനായിട്ടൊന്ന് അങ്ങനെ അധികം ആരും ഇല്ല. ഇവിടെ നാട് കാണി പോലെ തന്നെ ഏകദേശം 3000-ലധികം അടി ഉയരത്തിലാണ് ഈ ഒരു വ്യൂ പോയിന്റും സ്ഥിതി ചെയ്യുന്നത്. ഇതിന് കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിരാവിലെ ഇവിടെ എത്താൻ സാധിച്ചാലേ ചിലപ്പോൾ ഈ ഭാഗമൊക്കെ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുന്ന കാണാൻ പറ്റും. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ്. നമ്മുടെ വെള്ളിമുങ്ങ സിനിമയ്ക്കകത്ത് ബിജു മേനോനും അജു വർഗീസും കൂടി കള്ളുകുടിക്കുന്ന ആ ഒരു പാറയില്ലേ, അത് ഇതാണെന്നാണ് പറയുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ പാറയിലാണ് അത് ഷൂട്ട് ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. തീപ്പെട്ടിയൊക്കെ ഇരിക്കണം. ഇതിന്റെ താഴത്തോട്ടൊന്ന് നോക്കിക്കേ. ഒരു ചെറിയൊരു മൂടൽ മഞ്ഞുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മലയിൽ വളർന്നു നിൽക്കുന്ന ഈ പുല്ല് കണ്ട പൂത്ത് നിൽക്കുകയാണ്. അപ്പൊ അത് ഒരു ഗോൾഡൻ കളർ, അതിലേക്ക് വെയിലും കൂടി അടിച്ചു കഴിയുമ്പോഴത്തേക്കെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ യാത്ര അവസാനിക്കുന്നില്ല. ഇവിടെ നിന്ന് ഞാൻ ഇനി നേരെ പോകുന്നത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണുന്നതിനാണ്. ആ ദൃശ്യങ്ങളും കൂടി ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ടത് ഞാൻ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അതൊരു കമൻ്റായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത തൊമ്മൻകുത്ത് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.